എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ ഒരു വാർത്ത വന്നിരിക്കുകയാണ്. ഇപ്പോൾ വാർത്ത വന്നിട്ട് ഒരു 10-12 മിനിറ്റ് മാത്രമേ ആവുന്നുള്ളൂ. അതായത് നമ്മുടെ വ്ളോഗർ തൊപ്പിയെ പറ്റിയിട്ടാണ് ഒരു വാർത്ത വന്നിരിക്കുന്നത്. പുള്ളിക്കാരനെ പോലീസ് കസ്റ്റഡിയിലായി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും അതിന് കാരണം? വ്ളോഗർ തൊപ്പി പോലീസ് കസ്റ്റഡിയിലാവാനുള്ള കാരണം എന്തായിരിക്കും എന്ന് നമുക്ക് ഒന്ന് കേട്ടിട്ട് വരാം. വ്ളോഗർ തൊപ്പി കസ്റ്റഡിയിൽ. സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ തോക്ക് ചൂണ്ടിയ സംഭവത്തിലാണ് തൊപ്പിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. വടകര പോലീസാണ് കസ്റ്റഡിയിൽ എടുത്തത്. ഞങ്ങളുമായി AK ലതീഷ് കൂടിച്ചേരുന്നുണ്ട്. ലതീഷ്, ഈ താമസ സ്ഥലത്ത് നിന്ന് ലഹരി കണ്ടെത്തിയതടക്കം പൊതുവെ ഈ തൊപ്പിക്ക് ഒരു വിവാദ യൂട്യൂബർ എന്നൊരു പേര് കൂടിയുണ്ട്. എന്താണ് ഇവിടെ സംഭവിച്ചത്? അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഇപ്പോൾ ഈ അടുത്ത സമയത്തായിരുന്നു പുള്ളിക്കാരൻ തലമുടിയൊക്കെ മുറിച്ചു. അങ്ങനെ പുള്ളിക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ആ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. താമസ സ്ഥലത്ത് നിന്നും ലഹരി ഒക്കെ കണ്ടെത്തി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് അതുക്ക് മേലുള്ളൊരു കേസാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ സ്വകാര്യ ബസ് ജീവനക്കാരെ, അതെ, സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ തോക്ക് ചൂണ്ടി എന്നൊരു സംഭവമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തോ ഇല്ലയെന്നൊക്കെ നമുക്കൊന്ന് കേൾക്കാം. കേട്ടോ? ബസ് തൊഴിലാളികൾക്ക് നേരെ തോക്ക് ചൂണ്ടിയ കേസിലാണ് ഇപ്പോൾ വ്ളോഗർ തൊപ്പി എന്ന മുഹമ്മദ് നിഹാലിനെ വടകര പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഈ സംഭവം. വടകര ബസ് സ്റ്റാൻഡിൽ വെച്ച് ലൈസൻസ് ആവശ്യമില്ലാത്ത എയർ പിസ്റ്റൾസ് ആണ് സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ ഇയാൾ ചൂണ്ടിയത്. സംഭവ സമയത്ത് കൊള്ളാം, ലൈസൻസ് പോലും ഇല്ലാത്ത തോക്കാണ് പുള്ളിക്കാരൻ ചൂണ്ടിയത്. എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ ഇവന്മാരൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ഈ തോക്കൊക്കെ കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. നമ്മളിപ്പോൾ പ്രത്യേകിച്ചും ലൈസൻസ് ഇല്ലാത്ത ഒരു തോക്കിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാർക്ക് തോക്കിൻ്റെ തന്നെ ആവശ്യമില്ല. ഒരുപാട് ബിസിനസ്സുകളും കാര്യങ്ങളും സ്വർണം അങ്ങനെയൊക്കെയുള്ള സംബന്ധിക്കുന്ന ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് മാത്രമേ അതും ലൈസൻസോടുകൂടി തോക്ക് വെറുതെ ഒരു സേഫ്റ്റിക്ക് ഇങ്ങനെ വെച്ചിരിക്കാറുള്ളൂ. പക്ഷേ ഈ പറയുന്ന പുള്ളിക്കാരന് എന്തിനാണ് തോക്കിൻ്റെ ആവശ്യം എന്നറിയില്ല. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും അതിന് ലൈസൻസ് ഇല്ല എന്നുള്ള കാര്യമാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. പിന്നെ അതിനേക്കാൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഇങ്ങനെ പുറത്ത് പോകുന്ന സമയത്ത് ഈ തോക്ക് കൈവശം വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ സാധാരണ ആരും പുറത്തേക്കൊക്കെ പോകുമ്പോൾ തോക്ക് അങ്ങനെ വെച്ചുകൊണ്ട് പോകുമോ? എനിക്കറിയില്ല. എന്തായാലും പുള്ളിക്കാരൻ തോക്ക് കൈവശം വെച്ചിരിക്കുകയാണ്. അങ്ങനെ കൈനാട്ടിൽ ദേശീയപാതയിൽ കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്നു മുഹമ്മദ് നിഹാല്. കാറിനരികിലേക്ക് അശ്രദ്ധമായി ബസ് എത്തിയെന്ന് ആരോപിച്ചാണ് ബസ്സിന് പിന്നാലെ തൊപ്പിയും കാർ യാത്രക്കാരായ 2 പേരും വടകര ബസ് സ്റ്റാൻഡിലെത്തി. തുടർന്ന് ജീവനക്കാരുമായി ഇവർ വാഗ്വാദമുണ്ടാവുകയായിരുന്നു. അതായത് കാറിൻ്റെ അടുത്തൂടെ അലക്ഷ്യമായിട്ട് ബസ് വന്നു എന്നുള്ള ആ ഒരു കാരണത്താലെയാണ് ഇവർ ഈ ബസ്സിനെ ഫോളോ ചെയ്ത് ചെല്ലുകയും അവിടെ ചെന്നതിന് ശേഷം വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയും വണ്ടിയിലുണ്ടായിരുന്ന തോക്കെടുത്ത് ചൂണ്ടുകയും ചെയ്തു. എങ്ങനെ ഇരിക്കുന്നു? എന്താ നമ്മുടെ നാടിൻ്റെ ഈ ഒരു പോക്ക്? വളരെ നിസ്സാരപ്പെട്ട കാര്യങ്ങൾക്ക് പോലും മനുഷ്യനെ അറിയാതെ വരുന്ന ഒരു അവസ്ഥയാണ്. അതായത് ആർക്കും ഒരു സ്നേഹമില്ല, ആർക്കും ആരോടും ഒരു സ്നേഹമില്ല, ആർക്കും ആരോടും ഒരു സഹതാപമില്ല, ഒരു കുന്തവുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വാഹനത്തിൽ ഇപ്പോൾ തോക്ക് ചൂണ്ടേണ്ട കാര്യം ഉണ്ടോ? എന്തായാലും ഈ പുള്ളിക്കാരൻ തോക്ക് ഇങ്ങനെ ഇത്രയും ചെറിയ കാര്യങ്ങൾക്ക് പോലും വലുതായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ തോക്ക് കൊണ്ട് നടന്നാലുണ്ടാകുന്ന അപകടങ്ങൾ തന്നെ എത്രത്തോളം ഭീകരമാണ്, ഓർത്തു നോക്കൂ. കാറുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ ബസ് തൊഴിലാളികൾ തൊപ്പിയെ തടഞ്ഞു വെച്ച് വടകര പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. എന്നാൽ ഫസ്റ്റ് തോക്ക് ചൂണ്ടിയതിന് ശേഷം പുള്ളിക്കാരൻ രക്ഷപ്പെടാനായിട്ട് പോയി, കാറിൽ കയറി രക്ഷപ്പെടാനായിട്ട് പോയി. അപ്പോൾ ആ ഒരു സമയത്തിന് ബസ്സിലുള്ള ബസ് ജീവനക്കാരെല്ലാവരും കൂടി പോയിട്ട് ഇയാളെ പിടിച്ചു വെച്ച് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. ബസ് ജീവനക്കാരെ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസ് കേസെടുത്തിട്ടില്ല. എന്നാൽ മുഹമ്മദ് നിഹാൽ എന്ന തൊപ്പി വടകര പോലീസിന്റെ കസ്റ്റഡിയിലാണ് നിലവിലുള്ളത്. എന്തുണ്ടാക്കാൻ അവനെയൊക്കെ പിടിച്ച് പിന്നെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്? ഇത്രയൊക്കെ ആയിട്ടും, അതായത് പൊതുജനങ്ങൾക്ക് നേരെ നിറയൊഴിക്കാനായിരിക്കുമല്ലോ തോക്ക് ചൂണ്ടുന്നത്. അല്ലെങ്കിൽ പിന്നെ ചുമ്മാ കളിക്കാൻ വേണ്ടിയിട്ട് ഒരാളിങ്ങനെ തോക്ക് ചൂണ്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ തോക്ക് ചൂണ്ടിയ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ട്, അതായത് അവിടെയുള്ള ആളുകൾ തന്നെ പിടിച്ചു കെട്ടി പോലീസിന് കൊടുത്തിട്ട് പോലും അവർ കേസ് ഈ സമയം വരെയും എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ
വെറുതെ എന്തിനാ? ഇവനെ കാണാൻ വേണ്ടിയിട്ടാണോ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്? ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാടിൻ്റെ ഈ ഒരു അരാജകത്വത്തിന് കാരണം. ആർക്കും ആരെയും ഭയമില്ലാത്തതിന് കാരണവും ഇതൊക്കെ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇവനെതിരെയൊക്കെ കേസെടുക്കാത്തത്? ഈ തോക്ക് കൈവശം വെക്കുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്, അതും ലൈസൻസ് ഇല്ലാത്ത തോക്ക്. അപ്പോൾ ആ ഒരു തോക്ക് കൊണ്ടുപോയി പബ്ലിക്കിൽ ചൂണ്ടിയ ഒരുത്തനെ അറസ്റ്റ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് എത്രത്തോളം നിയമവിരുദ്ധമാണ്. ഇവരൊക്കെ ഇത് ആരെയാ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിയമപാലകർ തന്നെ ഇതുപോലെയുള്ള ഫ്രോഡുകൾക്ക് ഓശാന പാടുന്നത് കാണുമ്പോൾ കഷ്ടം തോന്നുകയാണ്. ഇങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണിത്? ഇപ്പം തന്നെ കണ്ടില്ലേ, ഒരു ബാലാമണി താത്തയുടെ നേർക്ക് ഹൈക്കോടതിയുടെ വിധി വന്നു അറസ്റ്റിന്. എന്നിട്ട് അതുപോലും ചെയ്യാൻ കൂട്ടാക്കുന്നില്ല പോലീസുകാർ. ഈ പോലീസുകാർ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പോലീസുകാർ എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും വേണ്ടിയിട്ടാണ് സർക്കാർ മാസം ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത്. ഈ ശമ്പളം കൊടുക്കുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ്റെ ഒക്കെ വിയർപ്പിൽ നിന്നും തന്നെയാണ്. എന്നിട്ടും ഇതുപോലെയുള്ള വലിയ വലിയ തെറ്റുകൾ കണ്ടാൽ പോലും അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സാറന്മാരെ ഇങ്ങനെ യൂണിഫോമും ഇട്ടിരിക്കുന്നത്? ചോദിക്കാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. നിങ്ങളുടെ കമൻറ്റുകൾക്കെല്ലാം റീപ്ലൈ ഞാൻ പതുക്കെയാണെങ്കിലും തന്നിരിക്കും, ഉറപ്പായിട്ടും തരും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.